ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ മീൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറയുമ്പം എൻ്റെ നാത്തൂനാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. നാത്തൂൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് സാധാരണക്കാർ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂട്ടിയെടുക്കാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. നമുക്കിത് ആദ്യം തന്നെ മീനൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. അതിനാണ് ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ പോയി പോകും. അതായത് നമ്മൾ ഈ ഒരു ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മീനിലേക്ക് പുരട്ടി വെക്കാം. അപ്പോൾ ഈ ഒരു മുളക് ഈ ഒരു രീതിയിൽ തന്നെ പുരട്ടിയെടുക്കണം കേട്ടോ. ഒരുപാടായി പോകരുത്. ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കപ്പിലാണ് അരി എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാൻ വെക്കണം. നമ്മൾ ഈ ഒരു മസാലയൊക്കെ റെഡിയാവുന്ന വരെ നമ്മൾ കുതിരാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു മണവും രുചിയൊക്കെ ഇതിന് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് തന്നെ എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ദം ഇട്ട് വെക്കുക. അതുകൊണ്ട് അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. കാരണം മീനിൻ്റെ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുതിനയിലും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു കൊച്ചു സന്തോഷമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഇവിടെ ഗൾഫിൽ തന്നെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നട്ട് വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പറ്റിയ രീതിയിൽ നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ള കൃഷിയാണ് ഈ ഒരു പുതിനയില എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് അത് പടർന്നു വന്നിട്ടുള്ളതാണ് കേട്ടോ. പുതിനയില പെട്ടെന്ന് തന്നെ പടർന്നു വരും. അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഉണ്ട്, അതുപോലെ തന്നെ മുളക് തൈ ഉണ്ട്, പിന്നെ അതേപോലെ കറ്റാർ വാഴ, തുളസി, മുരിങ്ങമരം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇവിടെ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് റെഡിയാവാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പൊട്ടിപ്പോകാണ്ട് തന്നെ മറിച്ചിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തിട്ടുള്ള പുതിനയിലാണ്. അപ്പോൾ പുതിനയില ഇവിടെ ഉണ്ട്, മല്ലിയില മാത്രം മതി കേട്ടോ. മല്ലിയില പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ഉള്ളിയും ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് പറയാം. പിന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒന്നങ്ങ് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മീൻ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത്. അപ്പം ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് 2 ഉണ്ടാന്നൊക്കെ പറയില്ലേ, അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു, അതാണ് കേട്ടോ. അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഒരു 10-12 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് 2-3 കൂടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ എന്നിട്ട് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മിക്സ് ആക്കിയിട്ടുള്ളത്, അതായത് 1 ടീസ്പൂണ് ബിരിയാണി മസാല 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി മിക്സ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ 3 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ചെറുനാരങ്ങ ഇതിലേക്ക് ഒന്നങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മീൻ മസാലയിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ചിക്കനിലൊക്കെ ആണെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായിപ്പോൾ, അതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. ആ ഒരു തക്കാളിയൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെയാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിലും അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരിയിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു പാത്രം വെക്കുക. പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് ഇടാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇത് 3ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ അളന്നിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേ പാത്രത്തിൽ തന്നെ. അപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചു വരണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ചോറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാല ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ മസാലയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയ പീസ് മീൻ എടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ആ ഒരു മീൻ മസാല എന്ന് തന്നെ എടുത്ത് പറയും. അല്ലാത്ത പക്ഷം നമുക്കൊരു മീൻ പിടിക്കാത്ത പോലെയാണ് നമ്മൾ ഈ ഒരു മസാലയിലേക്ക്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഓരോരോ മീനും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് ആ ഒരു ഉള്ളി മസാലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാം നമുക്ക് സെറ്റാക്കിയിട്ടെടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദം ഇട്ടെടുക്കാം. അപ്പോൾ ഇതാ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു കളറും ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു ചോറിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു കളറാണ്. ആ ഒരു മസാലേൻ്റെ ഒക്കെ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ 2 സെറ്റും ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ദമ്മിടാം. ഒരു 20 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്